അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ ഒരു ക്ലോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോഡുകൾ എന്ന് പറയുന്നത് React.jsഉം അതേപോലെ ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ ഫയർബേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് മെറ്റീരിയൽ UI ഇൻ്റർഫേസ് ആഡ് ചെയ്ത് ആ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ മെസ്സേജുകൾ ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന മെസ്സേജുകൾ നമുക്കൊന്നുകൂടി മനോഹരമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ മെസ്സേജ് എന്നുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മറ്റൊരു കമ്പോണൻസിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് റിയാക്റ്റിലെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീയൂസബിലിറ്റി ആണ്. ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വെബ് പേജിൽ വീണ്ടും അത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് കമ്പോണൻറ്റ് എന്നുള്ളതും എങ്ങനെ കമ്പോണൻറ്റ് ഉപയോഗിക്കാം എന്നൊന്നും ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ കമ്പോണൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു കമ്പോണൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ കമ്പോണൻറ്റിലേക്ക് എങ്ങനെ നമുക്ക് ഈ മെസ്സേജ് എന്നുള്ള വാല്യൂ പാസ് ചെയ്യാമെന്നും. മെസ്സേജ് പാസ് ചെയ്യാനും നമ്മളിവിടെ പ്രോപ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. പ്രോപ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പോണൻറ്റിൽ നിന്നും മറ്റൊരു കമ്പോണൻറ്റിലേക്ക് വാല്യൂ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രോപ്സ് ഉപയോഗിച്ചിട്ടൊരു വർക്ക് ചെയ്യുന്നു എന്നതും എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ SRC എന്നുള്ളതിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മുമ്പൊരു വീഡിയോയിൽ ഞാനിവിടെ കമ്പോണൻറ്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മെസ്സേജസ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതിന് നിൽക്കുന്നില്ല, നേരിട്ട് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കമ്പോണൻറ്റ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മെസ്സേജസ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ കമ്പോണൻറ്റിൻ്റെ പേര് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ആയിരിക്കണം. അതായത് ആദ്യത്തെ അക്ഷരം നമുക്ക് വലിയ അക്ഷരത്തിലായിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ വന്ന് മെസ്സേജ് എന്നൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫങ്ഷണൽ കമ്പോണൻ്റാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു കോഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു എക്സ്റ്റൻഷനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്റ്റൻഷൻ്റെ പേര് ഇവിടെ വന്ന് നമ്മളിവിടെ വന്ന് ES7 എന്നൊരു എക്സ്റ്റൻഷനാണ്. അതെങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൊരു വർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കമ്പ്യൂട്ടറിൽ ആ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യുക, അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്റ്റൻഷന് ES7 എന്നുള്ള എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ES7 എന്ന എക്സ്റ്റൻഷനിൽ ഉപയോഗിക്കുന്നത് RFCE എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും, ആ ഫങ്ഷന് നമ്മൾ എന്ത് പേരാണോ കൊടുത്തത് അതിലൊരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷണൽ കമ്പോണൻറ്റിലാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ കൊടുത്തിരുന്ന ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതായത് ഈ മെസ്സേജ് ഇനി എന്ത് ചെയ്യേണ്ട, ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫങ്ഷണൽ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലാണ് ഇനി ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഫങ്ഷണൽ കമ്പോണൻറ്റ് നമ്മളെ വെബ് പേജിലേക്ക്, അതായത് നമ്മുടെ ഈ മെയിൻ app.js എന്ന പേജിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷണൽ കമ്പോണൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ app.jsലേക്ക് കൊണ്ടുവരാം. അപ്പോൾ app.jsലേക്ക് നമുക്ക് എളുപ്പത്തിൽ ഈ കമ്പോണൻറ്റിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഈ ഭാഗം ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു കേളി ബ്രേസസ് ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫങ്ഷണൽ കമ്പോണൻറ്റിൻ്റെ പേരെന്താണോ അത് നമ്മളൊരു ജസ്റ്റ് ഒരു 2 വേർഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ വന്ന് ആ ഫങ്ഷണൽ കമ്പോണൻറ്റ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഫങ്ഷണൽ കമ്പോണൻറ്റ് ഇവിടേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഒന്നുകൂടി എളുപ്പത്തിൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഈ രൂപത്തിൽ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആട്രിബ്യൂട്ട്സ്
ചേർത്ത് കൊടുക്കുക. ആട്രിബ്യൂട്ട്സിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇന്ന പേര് തന്നെ ആവണമെന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ പേര് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പേര് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ പേര് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ വാല്യൂ എന്ന് പറയുന്നത് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ആയിരിക്കും നമുക്കിവിടെ മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. അതെന്ത് ചെയ്യാണ്, ഈ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ കമ്പോണൻറ്റിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ വാല്യൂ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ സെൻഡ് ചെയ്യണ ഈ മെസ്സേജ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഈ മെസ്സേജ് എന്നുള്ള ഭാഗത്ത് കിട്ടുകയും ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഈ ഭാഗത്തായിട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പോൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഈ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രോപ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. പ്രോപ്പർട്ടീസിൻ്റെ ഷോർട്ടാണ് പ്രോപ്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു H2ൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു H2 എന്ന് എഴുതി. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ മെസ്സേജിനെ ഞാനിവിടെ ആക്സസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് പ്രോപ്സ് ഡോട്ട് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. മെസ്സേജ് എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇവിടെ നമ്മൾ ഈ കൊടുത്ത ഈ പേര്, ഓക്കെ, ഇവിടെ നമ്മൾ ഈ കൊടുത്ത ഈ പേരാണ് അവിടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ കൊടുത്ത പേര് എന്നുള്ളത് ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പേരാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ എന്ത് പേരാണോ കൊടുത്തത് അതായിരിക്കണം നിങ്ങൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. പ്രോപ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ഈ ടെക്സ്റ്റാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന മെസ്സേജ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ നേരത്തെ P എന്നുള്ള പാരഗ്രാഫിലാണെങ്കിൽ അത് മാറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നും കൂടി H2 എന്നുള്ള ഫോണ്ടിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളിവിടെ വന്ന് മെസ്സേജ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് ഈ രൂപത്തിലായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മെസ്സേജുകൾ ഡിസ്പ്ലേ ആവുന്നത് നമുക്ക് എവിടെ വെച്ചിട്ടല്ല, ഈ ഭാഗത്ത് വെച്ചിട്ടല്ല. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെസ്സേജ് എന്നുള്ള ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഈ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ പ്രോപ്സ് ആയിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് ആ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ പ്രോപ്സിനെ കുറിച്ചും ഈ പ്രോപ്സിൽ കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആ മെസ്സേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ മെസ്സേജിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പേര് കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് സമീർ എന്നിട്ടതിന് ശേഷം ഇവിടെ വന്ന് ജസ്റ്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആ പേരും വിത്ത് എന്താണോ മെസ്സേജ് അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഹായ് ഹലോ എന്നുള്ള മെസ്സേജുകളാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഇങ്ങനെ പേര് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ എന്ത് മെസ്സേജാണോ ആരാണോ ടൈപ്പ് ചെയ്യുന്നത് അവരെ പേര് കൂടി നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നമ്മുടെ ഈ മെസ്സഞ്ചർ ക്ലോൺ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ പേരുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഒരു പുതിയ സ്റ്റേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുക. app.jsൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ കൊടുക്കുന്ന പേരുകളൊക്കെ അതായത് യൂസർ നെയിംസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്കിവിടെ വന്ന് ഒരു പുതിയൊരു സ്റ്റേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് കോൺസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മളിതിന് നെയിമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് യൂസർ നെയിമാണ്. അതിനുശേഷം സെറ്റ് യൂസർ നെയിം, എന്നിട്ട് നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലൊരു empty സ്ട്രിങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസൊക്കെ ഈ യൂസർ നെയിം എന്നുള്ള വേരിയബിളിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമുക്ക് കുറച്ച് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആരാണോ ചാറ്റ് ചെയ്യുന്നത് അയാളെ യൂസർ നെയിം നമുക്ക് എന്ത് ചെയ്യണം, ഈ മെമ്മറിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമുക്ക് ഇവിടുന്ന് പുതിയ 2 കൺസെപ്റ്റ് പഠിക്കാം. അതായത് നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി അടുത്തൊരു പുതിയ കൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് എഫക്റ്റ് എന്നുള്ളതാണ്. ഈ യൂസ് സ്റ്റേറ്റും അതേപോലെ യൂസ് എഫക്റ്റും ഈ റിയാക്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 കൺസെപ്റ്റുകളാണ്. അപ്പോൾ എന്താണ് യൂസ് എഫക്റ്റും അതേപോലെ എന്താണ് യൂസ് സ്റ്റേറ്റും തമ്മിൽ ഡിഫറൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് ലോഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്റ്റോർ
ചെയ്ത് വെക്കുന്ന മെമ്മറിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പേജ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ആ മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ഈ യൂസ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് റിയാക്റ്റിലെ നമുക്കൊരു വേരിയബിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഈ യൂസ് സ്റ്റേറ്റിനെ കണക്ക് കൂട്ടാം. എന്നാൽ യൂസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കണ്ടീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കോഡിനെയാണ് എന്ത് പറയുന്നത്, യൂസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്റ്റിലെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് എഫക്റ്റിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിയാക്റ്റിലെ ഒരു വേരിയബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. എന്നാൽ യൂസ് എഫക്റ്റ് എന്നുള്ളത് നമ്മളെ റിയാക്റ്റിലെ ഒരു എന്തായിട്ട് കണക്ക് കൂട്ടാം, ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ എങ്ങനെ നമുക്ക് യൂസ് എഫക്റ്റ് എഴുതുന്നു എന്നും അതിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് എഫക്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷനെ ഇവിടെ വന്ന് ഒരു ഹുക്സിനെ ഞാനിവിടെ വന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, യൂസ് എഫക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. യൂസ് എഫക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ ലൈനിൽ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് എഫക്റ്റും ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് കൂടി ഓപ്പൺ ചെയ്യുക. ഒരു ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് എഫക്റ്റ് എഴുതുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു ആരോ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ വേണ്ട എന്ത് കോഡാണോ എന്ത് ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അത് നമ്മളിവിടെ കോഡ് ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷനൊക്കെ നമ്മളിവിടെ വന്ന് ചെയ്യുന്നുണ്ട്. ഒരു അറേൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കണ്ടീഷനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ മുകളിൽ ഓപ്പൺ ചെയ്ത ഭാഗം നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണോ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോഡാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇത് റണ്ണ് ചെയ്ത് വരുമ്പോൾ നടക്കേണ്ട കോഡാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. റൺ കോഡ് ഹിയർ. അതായത് ഈ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് കോഡാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, എന്ത് കണ്ടീഷനാണോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടീഷനാണ് നമ്മളിവിടെ എന്ത് കണ്ടീഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ എം ടി അറേയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എം ടി അറേയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ യൂസ് എഫക്റ്റ് ഒരു തവണ മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ എം ടി അറേയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എം ടി അറേ മീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എം ടി അറേയാണ് കൊടുക്കണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പേജ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ കോഡ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത കോഡ് എന്താണോ അത് നമുക്ക് ഒരു തവണ റൺ ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഇത് വർക്ക് ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് ആൻസർ കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു കൺസോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് console.log-ൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെസ്സേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. എന്ത് മെസ്സേജാണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ മെസ്സേജ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ മെസ്സേജായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്ത് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിലും അതായത് നമുക്ക് ഇതിൽ എന്ത് കണ്ടീഷനാണോ വർക്ക് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, ഈ പേജ് ഒന്ന് നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഈ പേജ് റൺ ചെയ്യുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഞാനിവിടെ വന്ന് കൺസോൾ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ നിന്ന് നമ്മളെ ഇൻസ്പെക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാണ്, അതായത് ഈ ഇൻപുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് വാല്യൂ ടൈപ്പ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഇവിടെ കൺസോളിൻ്റെ ഉള്ളിൽ അതിനൊരു നമ്മുടെ എഫക്റ്റ് ഒന്ന്, അതായത് യൂസ് എഫക്റ്റ് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യും. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ്
ഹലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഓരോ തവണ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ആ യൂസ് എഫക്റ്റിനെ ഇവിടെ കോൾ ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, ഈ യൂസ് എഫക്റ്റ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഇൻപുട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഇൻപുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, ഈ യൂസ് എഫക്റ്റിനെ ഓരോ തവണ അത് ഇവിടെ വന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഇൻപുട്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എം ടി വാല്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു വാല്യൂ ചേർത്ത് കൊടുക്കണില്ലെങ്കിൽ ഈ പേജ് റൺ ചെയ്യിക്കുമ്പോൾ അറ്റ് എ ടൈം ഒരു തവണ മാത്രമേ അതെന്ത് ചെയ്യൂ, വർക്ക് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹലോ എന്നുള്ളൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് റൺ ചെയ്യിക്കുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ അത് നമ്മൾ എത്ര തവണ റൺ ചെയ്യിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ തവണ ഈ പേജ് റൺ ചെയ്യിക്കുമ്പോഴും ആ ഹലോ എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നീട് നമ്മൾ എന്ത് ആക്ടിവിറ്റി ഇവിടെ ചെയ്താലും നമുക്കതിൻ്റെ പ്രത്യേകിച്ച് നമുക്കൊന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഓക്കെ, ഒരു തവണ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ യൂസ് എഫക്റ്റ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിൽ കൊടുത്ത കാര്യങ്ങൾ എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വർക്ക് ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എം ടി അറയായിട്ടാണ് കൊടുക്കുന്നത്, അതായത് ഒന്നുമില്ലാത്ത അറയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ഈ പേജ് റൺ ചെയ്യുമ്പോൾ ഒരു തവണ മാത്രമായിട്ടും അത് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് എഫക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതൊന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ മെസ്സേജ് ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോംപ്റ്റ്, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് ടൈപ്പ് ചെയ്യണം. അതിൽ നമ്മൾ എന്ത് പേരാണോ കൊടുക്കുന്നത് ആ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക്, അത് യൂസർ നെയിം എന്നുള്ള ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്കത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് യൂസർ നെയിം എന്നിട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അലേർട്ട് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന ടെക്സ്റ്റ് ബോക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എഴുതുക പ്ലീസ് എൻ്റർ യുവർ നെയിം. അപ്പോൾ നമ്മളോട് ഇവിടെ എന്ത് ചെയ്യും, ഒരു യൂസർ നെയിം അല്ല എന്ത് പേരാണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മളോട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ പേരെന്ത് ചെയ്യും, നമുക്ക് ഈ യൂസർ നെയിം എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് അറയല്ല, സിംഗിൾ സ്ട്രിംഗ് ആയിരിക്കും. ഏതാണോ നമ്മൾ കൊടുത്തത് ആ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എം ടി അറയായി കൊടുത്തതുകൊണ്ട് ഈ യൂസ് എഫക്റ്റ് എന്നുള്ളത് അറ്റ് എ ടൈം ഒരു സമയം മാത്രമേ വർക്ക് ചെയ്യൂ. ഇവിടെ ഏതെങ്കിലും കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ അത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യൂ. നമുക്കിവിടെ ഒരു തവണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ കൊടുത്ത പേര് നമ്മളെ വെബ് പേജിലൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ മെസ്സേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ H2 എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ എന്ത് എഴുതുന്നുണ്ട്, വെൽക്കം, എന്നിട്ട് യൂസർ നെയിം, അതായത് നമ്മൾ ആ കൊടുത്ത പേര് ഏതാണോ അത് നമുക്ക് അവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഈ ഫയൽ ഒന്നുകൂടി സേവ് ചെയ്തു. അപ്പോൾ നമ്മളെ പ്രോഗ്രാം എല്ലാം സക്സസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്തു, ഈ പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് എൻ്റർ യുവർ നെയിം. അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു പേര് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കിവിടെ സ്ക്രീനിൽ വെൽക്കം അനു എന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് മെസ്സേജാണോ വേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് ഇതുപോലെ സെൻഡ് ആവും. ഇനി വീണ്ടും നമ്മൾ ഈ പേജ് ഒന്നും കൂടി ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ഇവിടെ ആ പേര്, വേറൊരു പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പറയും. ഇവിടെ വന്ന് ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ ആ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായിട്ട് വരും. ഓക്കെ, പിന്നെ ഇതൊന്ന് പേജ് റീലോഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ എന്തായിട്ടുണ്ട്, ക്ലിയർ ആയി പോയിട്ടുണ്ട്. നമ്മളിത് സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് പല കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേജ് ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത് അതെല്ലാം പോയി. ഇനി ഇവിടെ വന്ന് നമ്മൾ വേറൊരു പേര് കൂടി നമ്മൾ ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് സെൻഡിൽ ക്ലിക്ക് ചെയ്താൽ ആ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്ന് പ്രോപ്സ് എന്താണെന്നും അതേപോലെ തന്നെ യൂസ് എഫക്റ്റും യൂസ് സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻറ്റ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. റിയാക്ട്
റിയാക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൺസെപ്റ്റാണ് പ്രോപ്സ്, യൂസ് എഫക്റ്റ്, യൂസ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് ഈ ക്ലോൺ ആപ്ലിക്കേഷനെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.